السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ബഹുമാനികളെ, നമ്മളെല്ലാ ആഴ്ചയിലും കേൾക്കുന്ന ഖുർആൻ്റെ ഒരു വചനമുണ്ട്. അത് നമ്മോട് ഉള്ള കീർത്തനം കൂടിയാണ്, കൽപ്പന കൂടിയാണ്. നമ്മളേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അഷ്റഫുൽ ഖൽഖ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പന. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് മിമ്പറിൽ നിന്ന് ആ വിഷയം ഉണർത്തുന്നു. അതിൻ്റെ പുറമെ നാം ഇടക്കിടക്ക് കേൾക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വമലായികതുഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായിട്ടും അല്ലാഹുവും അവൻ്റെ മലായികത്തും മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്തും സലാമും ചൊല്ലു എന്നുള്ള കൽപ്പനയാണ്. ചൊല്ലിയേ പറ്റൂ. നിങ്ങൾ നോക്ക്, എല്ലാ നിസ്കാരത്തിലും സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാത്ത ഒരു നിസ്കാരവും ഇല്ല. സ്വലാത്ത് നിർബന്ധമാണ് ചൊല്ലൽ. അത്തഹിയാത്തിൽ സ്വലാത്ത് കടന്നു വരുന്നുണ്ട്. അത് റസൂലുള്ളാഹി നേരിട്ട് സ്വലാത്ത് വിളിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്ന രൂപമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി. അതുപോലെ തന്നെ ആ അത്തഹിയാത്തിന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയലും നിർബന്ധമാണല്ലോ. ഇതുപോലെ നിസ്കാരങ്ങളിൽ അതിൻ്റെ പുറമെ നാം സ്വലാത്ത് ചൊല്ലുന്നവരാകണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ, എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അവനിക്ക് അല്ലാഹു തആല 10 ഗുണങ്ങൾ ചെയ്യും. മുത്തുനബിക്ക് നാം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു നമുക്ക് 10 സ്വലാത്ത്, 10 ഗുണങ്ങളാണ് നൽകുന്നത്. ഒന്നിന് 10. അത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് പരലോകത്തെ വിജയം. അത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. പരലോകത്ത് രക്ഷപ്പെടണം. അതിന് നാം ചെയ്യുന്ന നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ ഹജ്ജ്, ഉംറ, മറ്റൊരുപാട് നിർബന്ധമായ ഫർളുകളുടെ കാര്യങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ ഷർത്തുകളും ഫർളുകളൊക്കെ അതിനോട് യോജിച്ചു വന്നെങ്കിൽ അത് സഹിയാവുകയുള്ളൂ. എന്നാൽ ഇതുപോലെയല്ല സ്വലാത്ത്, അങ്ങനെയല്ല. അതിന് പ്രത്യേക നിയ്യത്ത് ആവശ്യമില്ല, പ്രത്യേകമായ ഒരു സാഹചര്യങ്ങൾ, വുളൂവിൻ്റെ ആവശ്യമില്ല, ശുദ്ധിയുടെ ആവശ്യമില്ല. ഏത് സാഹചര്യത്തിലും നമുക്ക് ചെല്ലാൻ പറ്റുന്ന വലിയ പുണ്യമുള്ള അമലാണ് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി, പരലോകത്ത് ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തത്, ജനങ്ങളിൽ വെച്ച് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ആരാണ്? അക്സറുഹും അലയ്യ സ്വലാത്ത്, എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അപ്പൊ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അത് എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമുക്ക് ആ മുത്തുനബിയെ കാണാൻ കഴിയണം, അടുത്തിരിക്കാൻ കഴിയണം. നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.